പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം വായിക്കണം. അതിനു മുമ്പ് ലൂക്കാ 12:49 നമ്മൾ കണ്ടു. കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. എന്നോട് പറയാം, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ അഗ്നി നമ്മളിൽ ഇടപെടുന്നതിനെ കുറിച്ചാണ്. ആരാണ് ദൈവത്തിൻ്റെ അഗ്നി? ആരാണ് ദൈവത്തിൻ്റെ അഗ്നി? മത്തായി 3:11 നമ്മൾ വായിച്ചു. എന്താണ് വായിച്ചത്? മത്തായി 3:11, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അപ്പോൾ ആരാണ് ഈ അഗ്നി? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടതിൻ്റെ ആവശ്യകത, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുൾപ്പടർപ്പിൽ മോശ കണ്ട ആ അഗ്നി വെളിപ്പെട്ട് മോശയ്ക്ക് ദർശനം കിട്ടിയതിലൂടെ നമ്മൾ എത്ര കാര്യങ്ങൾ മനസ്സിലാക്കി? 6 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന്, ഈ അഗ്നി ഇത് കത്തിക്കും, പക്ഷേ ചാമ്പലാക്കില്ല. രണ്ടാമത്തേത്, ഇത് സംസാരിക്കുന്ന അഗ്നിയാണ്. മൂന്നാമത്തേത്, ഇത് നിന്നെ തിരിച്ചറിയുന്ന അഗ്നിയാണ്. 4, ഇത് നിന്നെ വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. 5, ഇത് നിന്റെ ചരിത്രം അറിയുന്ന അഗ്നിയാണ്. 6, നിന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാക്കി മാറ്റുന്ന അഗ്നിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വീണ്ടും നമ്മൾ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. പുറപ്പാട് 13, 21, 22. ഉച്ചത്തിൽ വായിക്കാം. പുറപ്പാട് 13, 21, 22 ഉറക്കെ വായിക്കാം. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. നമ്മൾ കാണുക, ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് മുമ്പേ യാത്ര ചെയ്യുകയാണ്. ദൈവം അവർക്ക് മുമ്പേ യാത്ര ചെയ്യുന്നത് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും. പകൽ മേഘത്തൂണ്, രാത്രിയിൽ അഗ്നിത്തൂണ്. ഇനി വായിക്കുകയാണ് 22. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. 7-ാമത്തെ കാര്യം, ഇത് വഴി തെളിക്കുന്ന അഗ്നിയാണ്, വഴി തുറക്കുന്ന അഗ്നിയാണ്, വഴി നടത്തുന്ന അഗ്നിയാണ്, വഴി കാണിക്കുന്ന അഗ്നിയാണ്. ഇത് വഴിയിലെ തടസ്സങ്ങൾ മാറ്റുന്ന അഗ്നിയാണ്, ഇത് വഴിയിൽ സംരക്ഷിക്കുന്ന അഗ്നിയാണ്, ഇത് വഴിയിൽ വെളിച്ചം തരുന്ന അഗ്നിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെട്ടില്ലെങ്കിൽ അയാൾ ദൈവ പൈതലാണെന്ന് ബൈബിൾ പറയുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായം തുറന്നേ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറയും. റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. റോമർ 8:9 വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചേ. ദൈവത്തിൻ്റെ ഉറക്കെ വായിക്കേ, കുറെ കൂടെ ചെത്തി വായിക്കേ. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ, ഒന്ന് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നൂടെ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ
ക്രിസ്തുവിനുള്ളവനല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പള്ളി വരുന്നുണ്ടായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തി അനുഭവിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ ക്രിസ്തുവിനുള്ളവൻ, ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റേത് എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏഴാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഈ അഗ്നി വഴി നടത്തുന്ന അഗ്നിയാണ്, വഴി തെളിക്കുന്ന അഗ്നിയാണ്, വഴി തുറക്കുന്ന അഗ്നിയാണ്, വഴിയിൽ സംരക്ഷിക്കുന്ന അഗ്നിയാണ്, വഴിയിലെ തടസ്സങ്ങൾ മാറ്റുന്ന അഗ്നിയാണ്, വഴിയിൽ വെളിച്ചം തരുന്ന അഗ്നിയാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് വഴി നടത്തും, പരിശുദ്ധാത്മാവ് വഴി പറഞ്ഞു തരും. ഒരു വചനം കൂടെ വായിക്കാം, റോമർ 8:14. റോമർ 8:14 വായിക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രന്മാരാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. എന്നോട് വായിച്ചേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അടുത്ത വാക്യം, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ എന്ത് വിളിക്കുന്നത്? അതായത് അപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അകത്ത് അപ്പനെ വിളിക്കുന്ന സ്വാതന്ത്ര്യവും സ്നേഹവും ഊഷ്മളതയും അനുഭവവും തീഷ്ണതയും ദാഹവും നിറവും സ്നേഹവും എല്ലാം ഉണ്ടാകണമെങ്കിൽ ഒരാൾ പരിശുദ്ധാത്മാവിൽ അപ്പ എന്ന് വിളിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ആത്മനിറവിലാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ. അപ്പ എന്ന് വിളിക്കാൻ മാത്രമല്ല, അപ്പ എന്ന് കാണാൻ ആത്മനിറവിലാണ്. നമുക്ക് ഒരാഴ്ച മുമ്പ്, 1.5 ആഴ്ച മുമ്പ് നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ യൂത്തിനൊരു ധ്യാനം നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വന്ന ഒരു പെൺകുട്ടി, ബ്രാഹ്മണ പെൺകുട്ടിയായിരുന്നു. 2 കൊല്ലം മുമ്പ് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ചു. അവൾക്ക് മാതാപിതാക്കളില്ല. 2 പേരും അപകടത്തിലും രോഗത്തിലും നഷ്ടപ്പെട്ടു. ഒരു അപ്പൻ അപകടത്തിൽ മരിച്ചു, അമ്മ മാരക രോഗം വന്ന് മരിച്ചു. അപ്പോൾ ഇങ്ങനെ മരിച്ചു. ഈ കുട്ടി ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായിരുന്നു. അവൾ ഒരു ലവ് ജിഹാദിൽപ്പെട്ടു. എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അവൾ പറഞ്ഞായതുകൊണ്ട് എനിക്ക് പറയാം. അവൾ പറയുകയാണ്, അവൾ ലവ് ജിഹാദിൽപ്പെട്ടു. ലവ് ജിഹാദിൽപ്പെട്ടിട്ട് അവൾ ഒരു സെക്ഷുവൽ അബ്യൂസിന് വിധേയയായി, ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ടു. അപ്പോൾ അത് വളരെ വേദനാജനകമായ ഒരു ഏടാണ് അവളുടെ ജീവിതത്തിൽ. വേദനാജനകമായ, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് പോയി, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഈ ഹോണ്ടിങ് മെമ്മറീസിൽ നിന്ന്, എന്നെ വേട്ടയാടുന്ന ഈ ഓർമ്മകളിൽ നിന്ന്, ലവ് ജിഹാദിൽപ്പെട്ട് ഒരു ലൈംഗിക അതിക്രമത്തിന് വിധേയയായി ഈ വേട്ടയാടുന്ന ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ ഞാനിങ്ങനെ വിഷമിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഈ ധ്യാനത്തിന് കൂടാൻ ഞാൻ വന്നത്. ഞങ്ങൾ ആ ധ്യാനത്തിന് മുഴുവൻ 5 ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുക എന്നതിനെക്കുറിച്ചായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സായാഹ്നത്തിൽ ആരാധനയുടെ സമയത്ത് ഈ പെൺകുട്ടി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഞാൻ ഡെലിവറൻസ് സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന ചൊല്ലി, എക്സോർസിസം പ്രയർ ചൊല്ലി വിശുദ്ധീകരിച്ച് പോകുമ്പോൾ അവളിങ്ങനെ എഴുതി തന്നിരിക്കുകയാണ്, ഞാൻ നിലത്ത് വീണ് കിടക്കുകയാണ്, ഞാൻ ബോധം കെട്ട് കിടക്കുകയാണ് ആ സമയത്ത്. എന്നിട്ട് അവൾ പോകുന്നതിന് മുമ്പ് ഒരു പേപ്പറിനകത്ത് എഴുതി കൊണ്ടുവന്ന് തന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് വിശദമായിട്ട്, പിന്നെ വായിച്ചു നോക്കണം, എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത്രയും ഒരുപാട് സ്ഥലത്ത് അലഞ്ഞെങ്കിലും കഴിഞ്ഞ 2 കൊല്ലമായി എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഈ ഓർമ്മയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നെ വീണ്ടെടുത്ത് എനിക്ക് വലിയ സ്വാതന്ത്ര്യമാണിപ്പോൾ. ഞാൻ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. എനിക്കെന്നെ വേട്ടയാടുന്ന ഓർമ്മകളില്ല. എനിക്ക് ദൈവത്തെ
അപ്പാന്ന് വിളിക്കാൻ പറ്റുന്നു. അപ്പാന്ന് വിളിക്കുമ്പോൾ എനിക്ക് അപ്പനും അമ്മയും ഇല്ലാത്ത ഇപ്പോൾ എനിക്ക് അപ്പനുണ്ട്, എനിക്ക് ദൈവമുണ്ട്, എനിക്ക് കാത്തു പരിപാലിക്കാൻ കർത്താവുണ്ട്. ഈ ഒരു അനുഭവത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവള് ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ ഇനി കണ്ണുനീരില്ലാതെ ജീവിക്കും, എനിക്ക് അപ്പനുണ്ട്, എനിക്ക് കർത്താവുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് സംഭവിക്കുന്നത്. അതായത് ഈ ഒറ്റയടിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഒറ്റയടിക്ക് മനുഷ്യൻ 1 സെക്കൻഡ് കൊണ്ട് ജീവിതം തകിടം മറിയും. ഒറ്റയടിക്ക് ഡിപ്രഷൻ, പിന്നെ സൈക്കാട്രിക് മരുന്നുകൾ എത്ര എണ്ണമെന്നറിയും, എത്ര എണ്ണം. നമുക്കൊരിക്കലും വിശ്വസിക്കും സൈക്കാട്രിക് ഡോക്ടേഴ്സ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അങ്ങനെ ഡോക്ടേഴ്സിനെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ, ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരുന്ന ആളുകളെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ച് സുഖപ്പെടുത്തിയതിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എന്തറിയോ, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് എല്ലാ മാനസിക അസ്വസ്ഥതകളുടെയും പിന്നിൽ മുറിവുകളുണ്ടാവും. എല്ലാ മാനസിക അസ്വസ്ഥതകളുടെയും പിന്നിൽ മുറിവുകളുണ്ടാവും, ഡീപ്പായിട്ട് ഏറ്റ മുറിവുകളുണ്ടാവും. ഈ മുറിവുകളെ സുഖപ്പെടുത്താൻ മനുഷ്യന് പറ്റില്ല. നമ്മൾ പറയുന്ന ആശ്വാസവാക്കിനോ, നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനോ, നമ്മൾ കൊടുക്കുന്ന കരുതലിനോ, നമ്മൾ കൊടുക്കുന്ന ഉപദേശത്തിനോ ഒന്നും ഈ മനുഷ്യൻ്റെ മുറിവുണക്കാൻ പറ്റില്ല. മുറിവുണക്കണമെങ്കിൽ അവിടെ യേശു നേരിട്ടിറങ്ങി വരണം. അപ്പം അങ്ങനെ കർത്താവിൻ്റെ ആത്മാവ് സുഖപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി ഒരു മർത്തോമക്കാരി പെങ്കൊച്ചിനെ കൊണ്ടുവന്നു, ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ നമുക്ക് കുളിച്ചിട്ട് ദിവസങ്ങളായിന്ന് കണ്ടാലറിയാം. അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ വല്ലാത്ത രീതിയിലിട്ട്, പിന്നെ മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് കരഞ്ഞ് അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണ് പറഞ്ഞത്, ഇവിടെ വാ, ധ്യാനമുണ്ട്, അച്ഛൻ്റെ അടുത്ത് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതെന്ന് എന്നെ ഈ സഹോദരിയെ കൊണ്ടുവന്ന ആ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ ആ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഈ പെൺകുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ ഞാൻ മർത്തോമക്കാരിയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്കങ്ങനെ ജാതി മത വർഗ വർണ്ണ ഭേദമൊന്നുമില്ല സുവിശേഷത്തിന്. അപ്പോൾ അതുകൊണ്ട് നീ ക്രിസ്ത്യാനിയാവണമെന്ന് പോലും ഇല്ല സുവിശേഷം കേൾക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിത പങ്കാളി എന്നെ വഞ്ചിച്ചു. ഞങ്ങളുടേത് പിന്നെ പ്രേമവിവാഹമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നെ ചീറ്റ് ചെയ്തു. എൻ്റെ ജീവിത പങ്കാളി എന്നെ വഞ്ചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതായി. അങ്ങനെ ഞാൻ പിന്നീട് എന്ത് ചെയ്തു, വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വഴക്ക് മൂർച്ഛിച്ചു. ഇപ്പം ഞങ്ങൾ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഒരു സമാധാനമില്ല. യോഗ, മ്യൂസിക് തെറാപ്പി, പിന്നെ ട്രീറ്റ്മെൻറ്റുകൾ, സൈക്കാട്രിക് തെറാപ്പികൾ, ഇങ്ങനെ എനിക്ക് പോകാവുന്നതിനെല്ലാം ഞാൻ പോയി. എനിക്ക് സമാധാനമില്ല. അപ്പോൾ എനിക്ക് ആരെയും വിശ്വാസമില്ല, എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് പേടിയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ട്. അപ്പം ഞാൻ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, നാളെ മുതലൊരു ധ്യാനമുണ്ട്, നീ കൂടുന്നെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ധ്യാനത്തിന് വരാം, കാരണം എനിക്ക് 5 ദിവസം വീട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞു. അവൾ അവിടെ മൗണ്ട് കാർമലിൽ പരസ്യമായിട്ട് യുവജന ധ്യാനങ്ങൾക്ക് വന്ന് സാക്ഷ്യം പറയാറുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെയാണ് പറയുന്നത്. അവൾ പറയുകയാണ്, അവിടെ ആ ധ്യാനകേന്ദ്രത്തിൽ കാലുകുത്തി വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷങ്ങൾ മുതൽ എൻ്റെ ഓർമ്മ പോയി. ഓർമ്മ പോയെന്ന് പറഞ്ഞാൽ മെമ്മറി അടിച്ചു പോയെന്നല്ല, എന്നെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരാതെയായി. എന്നെ മുറിപ്പെടുത്തിയ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരാതെയായി. എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഓർമ്മകളെ യേശു എടുത്തു മാറ്റുകയാണ്. അവൾ പറയുകയാണ്, ഞാൻ ആരുടെയോ മറ്റൊരാളുടെ നിയന്ത്രണത്തിലായി. ഇതൊക്കെ അവൾ പറയുന്ന വാക്കുകളാണ്. ഞാൻ മറ്റൊരാളുടെ നിയന്ത്രണത്തിലായി, എന്നെ ആരോ നയിക്കുകയാണ്. എനിക്കന്ന് അറിയാൻ പാടില്ല അത് ഹോളി സ്പിരിറ്റാണ്, അത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്കന്ന് അറിയാൻ പാടില്ല. പക്ഷെ എന്നെ വേറെ ആരോ നയിക്കുകയാണ്. ആ ഓട്ടോറിക്ഷയിൽ അവിടെ ഇറങ്ങി രജിസ്ട്രേഷൻ ചെയ്ത് ധ്യാനകോളിലേക്ക് കയറിയ മിനിറ്റ് മുതൽ എന്നെ somebody else is taking control over me. എന്നെ ആരുടെയോ നിയന്ത്രണത്തിലാണ് ഞാൻ. ധ്യാനത്തിന് വന്ന് 2-ാമത്തെ ദിവസം സൈക്കാട്രിക് മരുന്നുകൾ നിർത്തി. 5-ാമത്തെ ദിവസം പൂർണ്ണമായി സുഖപ്പെട്ട് മടങ്ങിപ്പോയി. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചുറ്റുമുള്ളവർ മാറിയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ചുറ്റുമുള്ളവർക്ക്, എൻ്റെ വീട്ടിലുള്ളവർക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് മാറ്റം വന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് ഐ ആം ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ദാറ്റ്. ഞാനതിനെക്കുറിച്ച് തികച്ചും ബോധയുടെ അല്ല. എനിക്കത് പ്രശ്നമല്ല. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ മാറിയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ മാറി, എനിക്ക് മാറ്റം വന്നു.
എനിക്ക് സമാധാനം വന്നു, എനിക്ക് ഒരപ്പനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് മനസ്സിലായി, എനിക്കൊരപ്പനുണ്ട്. എത്ര ജീവിതങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നറിയാം. ഹീൽ ചെയ്യപ്പെടുമ്പോൾ, ഹോളി സ്പിരിറ്റ് നിറയുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവുകയാണ്, എനിക്ക് ദൈവമുണ്ട്, പിതാവുണ്ട്. ആബാ പിതാവേ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ അവിടുന്ന് നമ്മിലേക്ക് നിവേശിപ്പിച്ചിരിക്കുന്നു. എന്ന് വിളിക്കുന്ന, അപ്പാ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ. അതുകൊണ്ട് ആബാ പിതാവേ എന്ന് നാം വിളിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അതുകൊണ്ട് ഈ അഗ്നി, ഏഴാമത്തെ കാര്യം, ഈ അഗ്നി വഴി നടത്തുന്ന അഗ്നിയാണ്. മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന സമയത്ത് വഴി കാണിച്ചു തരുന്ന അഗ്നിയാണിത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 32:8. സങ്കീർത്തനങ്ങൾ 32:8 പെട്ടെന്ന് വായിക്കേ. സങ്കീർത്തനങ്ങൾ 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം. ഉറക്കെ വായിക്കേ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴികൾ കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഒന്നുകൂടെ ഉറക്കെ വായിച്ചത്. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ, ഇതാണ്, നിന്റെ മേൽ കണ്ണ് വെച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം. ആരാണ് ഇങ്ങനെ ഉപദേശിക്കുന്നതെന്നറിയാമോ? ആരാ ഇങ്ങനെ ഉപദേശിക്കുന്നേ? ആരാ അത്? പറ. പരിശുദ്ധാത്മാവ്. ആരാ അത്? ഇങ്ങനെ നമ്മെ ഉപദേശിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. സങ്കീർത്തനങ്ങൾ 16 സങ്കീർത്തനം. 16 സങ്കീർത്തനത്തിൽ കിട്ടിയോ? 16 സങ്കീർത്തനം, 16 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം. 6-7 വായിച്ചോ. 16 സങ്കീർത്തനത്തിന്റെ 6-7 വായിക്കാം. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്താണിത്? അഭികാമ്യമായ ദാനം. നമുക്ക് കിട്ടിയിരിക്കുന്ന അഭികാമ്യമായ ദാനം, വിശിഷ്ടമായ അവകാശം. അതെന്താ? പരിശുദ്ധാത്മാവ്. കൂദാശയിലൂടെ, മാമോദീസായിലൂടെ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ്. അഭികാമ്യമായ ദാനം, നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട വിശിഷ്ടമായ അവകാശം, അതാണ് പരിശുദ്ധാത്മാവ്. അടുത്ത വാക്യം. എനിക്ക് ആ അവകാശം, ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. അടുത്ത വാക്യം. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കണ്ടോ? അതായത് രാത്രി കിടന്നുറങ്ങുമ്പോഴും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, നാളെ എന്താ ചെയ്യേണ്ടത്? രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. പറഞ്ഞേ, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. എന്നോട് പറഞ്ഞേ, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. പറഞ്ഞേ, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. അതാണ് എന്തു ചെയ്യും, എന്താണ് വഴി, എന്തു ചെയ്യും? ദൈവം കാണിച്ചു തരും, ദൈവം കാണിച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എന്താണ് വഴി? ദൈവം കാണിച്ചത്. എന്താണ് വഴി? ദൈവം കാണിച്ചത്. അതായത് ഈ എറണാകുളം ഭാഗത്ത് ഒരു ചേട്ടനുണ്ട്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ധ്യാനകേന്ദ്രത്തിൽ വരും. ആ ചേട്ടൻ ഇപ്പം ഈ ന്യൂ ഇയറിന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, എല്ലാവർക്കും പോത്തിറച്ചി കൊടുക്കാം ന്യൂ ഇയറിന്, ഞാൻ വാങ്ങിച്ചു തരാം പോത്തിറച്ചി. എന്നാൽ എറണാകുളത്തു നിന്ന് വലിയ പോത്തിനെ വാങ്ങിച്ച് കണ്ടിച്ച് ഇറച്ചി കൊണ്ടുവരികയാണ് ഈ ന്യൂ ഇയറിന്. എന്തിനാ കൊണ്ടുവരുന്നതെന്നറിയാമോ? കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഒരു കുടുംബമാണിത്. കടബാധ്യത. എന്താ ചെയ്യേണ്ടത് അറിഞ്ഞുകൂടാ. അതായത് കൂട്ട ആത്മഹത്യ ചെയ്യേണ്ടി വരും. വീടെല്ലാം ജപ്തി ചെയ്ത് പോവും. വലിയ സമ്പത്തുണ്ടായിരുന്ന മനുഷ്യനാണ്, എല്ലാം പോവും. ഈ അവസ്ഥയിലാണ് ഈ വെറ്റനാട് ധ്യാനകേന്ദ്രത്തിൽ വരുന്നത്. അവിടെ വന്നു സെക്കൻഡ് സാറ്റർഡേകളിൽ വരാൻ തുടങ്ങി, വചനം കേൾക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിനെ അറിയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കൊല്ലത്തിനുള്ളിൽ ദൈവം എല്ലാം തകിടം മറിച്ചു, എല്ലാ കാര്യങ്ങളും നേരെയാക്കി അത്ഭുതകരമായിട്ട്. അതായത് ഒരു പ്രത്യേക ബിസിനസ്സാണ്, ഞാൻ അതിന് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഒരു പ്രത്യേക ബിസിനസ്സാണ് അങ്ങേരുടെ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് കേരളത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഈ ബിസിനസ്. അങ്ങനെ ദൈവം എന്താ വെച്ചാൽ ശരിക്കും എല്ലാ കാര്യങ്ങളും നേരെയാക്കിയിട്ട്
എല്ലാം അനുഗ്രഹമാക്കിയിട്ട് കർത്താവ് വഴി കാണിച്ചു കൊടുത്തപ്പോൾ അതിന് നന്ദിയായിട്ട് എപ്പോൾ വന്നാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ച് ഇതിങ്ങനെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്തെന്നറിയാമോ? വഴി കാണിച്ചു കൊടുത്തു ദൈവം, ഉപദേശം കൊടുത്തു, വഴി കാണിച്ചു കൊടുത്തു, പതറി നിന്ന സമയത്ത് കൈപിടിച്ച് രക്ഷിച്ചു. അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കുറച്ച് കരിസ്മാറ്റിക്കുകാരുടെ മൊണോപ്പൊളിയല്ല, കുത്തകയല്ല. പരിശുദ്ധാത്മ ഓരോ വിശ്വാസിയും ആത്മാവിനാൽ നിറയണം, ഈ അഗ്നിയാൽ ആളിക്കത്തപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയാ. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എങ്ങനെ മുന്നോട്ട് പോകും? ഈ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ഈ ദാമ്പത്യം എങ്ങനെ മുന്നോട്ട് പോകും? ഈ മക്കളെ എങ്ങനെ നന്നായിട്ട് വളർത്താൻ പറ്റും? കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും? എല്ലാ കാര്യങ്ങളിലും ഉപദേശം തരുന്ന കർത്താവ്. വായിക്കാം 16-ാം സങ്കീർത്തനത്തിൻ്റെ 6ഉം 7ഉം. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കർത്താവ് വഴി നടത്തും. നമുക്ക് മറ്റൊരു വചനം എടുക്കാം. യെശയ്യാ പ്രവചനം. യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ 30 എടുത്ത്. യെശയ്യാ 30:19 മുതൽ. യെശയ്യാ 30:19 മുതൽ. സാവധാനം നിർത്തി വായിച്ചേ. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. ഉറക്കെ വായിക്കാം. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് വഴി. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ അതാണ് എത്രാമത്തെ കാര്യമാണിത്? അഗ്നി. എത്ര? 7ആണോ 8ആണോ? 7. 8. 1 പറ. കത്തിക്കും, പക്ഷേ ചാമ്പലാക്കില്ല. അഗ്നി. 2. സംസാരിക്കുന്ന അഗ്നി. 3. തിരിച്ചറിയുന്ന അഗ്നി. 4. വിശുദ്ധീകരിക്കുന്ന അഗ്നി. 5. ദൈവമേ, ചരിത്രം അറിയുന്ന അഗ്നി. 6. മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് നിന്നെ മറുപടിയാക്കുന്ന അഗ്നി. 7. വിശ്വാസത്തിൻ്റെ. അതല്ല, ഇതെന്തോ വേറെ പുതിയ സാധനമുണ്ട്. കൈ നിന്നിട്ട് പറഞ്ഞാണോ? എന്നാലും കൊള്ളാം, കോൺട്രിബ്യൂഷൻ. അപ്പോൾ വഴി തെളിക്കുന്ന അഗ്നി. എത്ര? 7ആയി അല്ലേ? 8. ഇനി ഈ അഗ്നി നമ്മൾ വീണ്ടും കാണുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായം. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് 19. വായിച്ചോ. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാനൊരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക. മോശയോട് പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും നിന്നെ അവർ വിശ്വസിക്കാനും വേണ്ടി ഇതാ ഞാനൊരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു. 10. അപ്പോൾ വായിക്കേ. 10. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം.
എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണെ കർത്താവ് സീനായി മലയിൽ ഇറങ്ങി വരും. 15 വാക്യം 15. അവൻ ജനത്തോട് പറഞ്ഞു, 3-ാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ, ആരും സ്ത്രീയെ സമീപിക്കരുത്. അപ്പോൾ പറയുകയാണ്, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി വരാൻ പോവാണ്, നിങ്ങൾ തയ്യാറായിരിക്കണം. എനിക്ക് അഗ്നിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള 8-ാമത്തെ കാര്യം, ഈ അഗ്നി ശ്രദ്ധിക്കുക, ഈ അഗ്നി ഒരു വശത്ത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, മറുവശത്ത് അശുദ്ധി ഇഷ്ടപ്പെടാത്ത അഗ്നിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വശത്ത് ഈ അഗ്നി നമ്മെ വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, മറുവശത്ത് അശുദ്ധിയെ വെറുക്കുന്ന അഗ്നിയാണ്. അശുദ്ധി ഈ അഗ്നിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കുമ്പോൾ ഈ അഗ്നി ഇറങ്ങി വരും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഈ അഗ്നിക്ക് അശുദ്ധി താല്പര്യമില്ല, തിന്മ താല്പര്യമില്ല. അതുകൊണ്ട് ഒരു വ്യക്തി പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കൊണ്ട് നിറയപ്പെടാൻ വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കുമ്പോൾ ഈ അഗ്നി വന്ന് വെളിപ്പെടും. ഞാനത് വിശദീകരിക്കാം. താഴോട്ട് അല്പം കൂടി വായിച്ചതിന് ശേഷം 3-ാം ദിവസം പ്രഭാതത്തിൽ വാക്യം 16 വായിച്ചോ. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിലിറങ്ങി വന്നതിനാൽ സീനായി മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടുന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം തരികയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയാ. പെട്ടെന്ന് 20 വായിച്ചേ. കർത്താവ് സീനായി മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. അവൻ കയറി ചെന്നു. അപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ചടുത്ത് വരികയും തൽഫലമായി മരിക്കുകയും ചെയ്യും. കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഈ അഗ്നി നമ്മുടെ അശുദ്ധിയെ വെറുക്കുന്ന അഗ്നിയാണ്. നമ്മൾ വിശുദ്ധരാവാൻ ആഗ്രഹിക്കുന്ന അഗ്നിയാണ്. നമ്മളെ വിശുദ്ധീകരിക്കുന്ന അഗ്നി അശുദ്ധിയോട് ഒത്തുതീർപ്പില്ലാത്ത അഗ്നിയാണ്. സങ്കീർത്തന പുസ്തകം 5-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. 5-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വേഗം വായിക്കാം. 5-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. അങ്ങ് തിന്മയിൽ, അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. എന്നോട് വായിച്ചേ. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. ഒന്നുകൂടെ വായിച്ചേ. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ ഒന്ന് കേട്ടെ. ഈ അഗ്നി നമ്മിലെ അശുദ്ധിയെ നീക്കിക്കളയുന്ന അഗ്നി ആയിരിക്കുമ്പോൾ തന്നെ ഈ അഗ്നി അശുദ്ധി താല്പര്യമില്ലാത്ത അഗ്നിയാണ്. അശുദ്ധിയെ വെറുക്കുന്ന അഗ്നിയാണ്. തിന്മയോട് ഒത്തുതീർപ്പില്ലാത്ത അഗ്നിയാണ്. തിന്മയെ ദ്വേഷിക്കുന്ന അഗ്നിയാണ്. തിന്മയെ ഹേറ്റ് ചെയ്യുന്ന അഗ്നിയാണ്. കേൾക്കണേ. അതുകൊണ്ട് ഈ അഗ്നി നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഗ്നി നമ്മളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് പാപബോധം ഉണ്ടാവും. ശ്രദ്ധിക്കണം. എന്തുണ്ടാവും? പാപബോധം. ശ്രദ്ധിക്കുക. പാപബോധമല്ല കുറ്റബോധം. പാപബോധമല്ല കുറ്റബോധം. കുറ്റബോധം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ഒരു തെറ്റ് ചെയ്താൽ മനസാക്ഷിയുള്ള ഏത് മനുഷ്യനും കുറ്റബോധം ഉണ്ടാവും. കുറ്റബോധമല്ല പാപബോധം. കുറ്റം ചൂണ്ടിക്കാണിക്കാൻ മനുഷ്യർക്ക് പറ്റും. പാപം ചൂണ്ടിക്കാണിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കുറ്റം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, കുറ്റം
പള്ളി വരുന്ന വഴിക്ക് ഒരുത്തനെ അടിച്ചു. അങ്ങനെ അടിച്ചാൽ ഒരുമാതിരി മനസാക്ഷിയുള്ള ഒരുത്തൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? വിഷമമെന്ന് പറഞ്ഞാൽ കുറ്റബോധം. വേണ്ടായിരുന്നു, അടിക്കണ്ടായിരുന്നു, തെറി വിളിക്കണ്ടായിരുന്നു, ഒന്നും പറയണ്ടായിരുന്നു. കുറ്റബോധം. ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കേൾക്കുന്നുണ്ടോ? എല്ലാ മനുഷ്യർക്കും ഉണ്ട്. മനസാക്ഷിയുള്ള മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഇല്ലാത്തവരൊന്നും ഇല്ല, എല്ലാവർക്കും ഉണ്ടത്. കുറ്റബോധം കുറച്ച് നേരത്തേക്കെങ്കിലും ഉണ്ടാവും. എന്നാൽ പാപബോധം അതല്ല. പാപബോധം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കാര്യമായിട്ട് ആർക്കും പിടികിട്ടിയിട്ടില്ല. പാപബോധം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയാണ്. ശ്രദ്ധിക്കുക, മനസ്സിലാവും. ഇനി വലിയ വാക്കുകളെന്ന് പറയുമ്പോൾ പേടിക്കണ്ട. ആത്മാവിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആത്മാവ് ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയ പാപം പോലും അസ്വസ്ഥത ഉണ്ടാക്കും. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, പലയിടങ്ങളിലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനോട് പറയുമായിരുന്നു, അച്ഛൻ ആരോടെങ്കിലും പിണങ്ങിയാൽ അസ്വസ്ഥത ഉണ്ടാവുമോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉണ്ടാവും. ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഒരാളോട് പിണങ്ങിയാൽ, ഒരാളോട് വെറുപ്പ് എൻ്റെ ഉള്ളിൽ നിന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉറങ്ങാൻ പറ്റത്തില്ല. അത് സെറ്റിൽ ചെയ്യാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛനെങ്ങനെ? അച്ഛൻ പറഞ്ഞു, എനിക്കും പറ്റത്തില്ലെന്ന് പറഞ്ഞു. സെൻസിറ്റീവാണ്. എന്താ? വിരോധം, പിണക്കം, വൈരാഗ്യം, ഇത് വെച്ചോണ്ട് നടക്കാൻ പറ്റില്ല. സെൻസിറ്റീവാണ്. ഇപ്പം ചില ആളുകളില്ലേ, ഇപ്പം എനിക്ക് എൻ്റെ കൂടെ കൂട്ടായ്മയിൽ ഒരു അച്ഛനുണ്ട്. കാറേ കയറി AC ഇട്ടാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ തുമ്മാൻ തുടങ്ങും. പിന്നെ മൂക്കൊലിപ്പായി, പിന്നെ സെട്രിസിൻ കഴിക്കുന്നു, പിന്നെ ആദ്യം ചെയ്യുന്നു, ഉള്ള മരുന്നെല്ലാം വാങ്ങിച്ചു തിന്നുന്നു. സെൻസിറ്റീവാണ്. എന്ത്? ഈ തണുപ്പിനോട് സെൻസിറ്റീവാണ്. തണുത്ത വെള്ളം കുടിച്ചാൽ അപ്പം തുമ്മാൻ തുടങ്ങും. സെൻസിറ്റീവാണ്. തണുപ്പിനോട് സെൻസിറ്റീവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രത്യേകത പാപത്തോട് ഭയങ്കര സെൻസിറ്റീവാണ്. ഒരു ചെറിയ പാപം പോലും സമ്മതിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം എനിക്കറിയാവുന്ന ഒരു ശുശ്രൂഷകൻ, ഒരു അൽമായ ശുശ്രൂഷകൻ, അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് ഒരാൾ പറയുകയായിരുന്നു. അതായത് ചെറിയ ഒരു പാപം വന്നാൽ പോലും ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം തന്നെ കുമ്പസാരിക്ക് അത് തിരുത്തും. എന്നിട്ട് പറയും, മോനെ ഞാൻ ഭാര്യയോട് ഞാൻ ദേഷ്യപ്പെട്ടു. അയ്യോ എനിക്ക് ഒരു സമാധാനമില്ല, പരിശുദ്ധാത്മാവിന് വിഷമായി, പരിശുദ്ധാത്മാവിന് വേദനിച്ചു, എനിക്ക് വിഷമായി. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഭാര്യയോട് ചോദിച്ചു നോക്ക്. ഭാര്യ പറയും, ഇന്ന് വരെ വിവാഹ ജീവിതത്തിൻ്റെ 30 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇന്ന് വരെ മുഖം കറപ്പിച്ചൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്താ പറയുന്നത്? ഭാര്യയോട് ദേഷ്യപ്പെട്ടെന്ന്. എന്ത് കാര്യം പറയുന്നറിയാം? അകത്ത് ഭാര്യയോട് ഒരു ഇഷ്ടക്കേട് വന്നു. ഇഷ്ടക്കേട് വെളി പ്രകടിപ്പിച്ചിട്ടില്ല. 30 കൊല്ലമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ പറയുന്നത് എന്താണ്? കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഒരു ഇഷ്ടക്കേടും മുഖം കറപ്പിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഭർത്താവ്. എന്താ പറയുന്നത്? മോനെ പരിശുദ്ധാത്മാവിന് വിഷമായി കാണും, എനിക്ക് എൻ്റെ ഭാര്യയോടൊരു ദേഷ്യം വന്നു. ദേഷ്യം പ്രകടിപ്പിച്ചിട്ടില്ല. പറച്ചിലേട്ടാത്തൊന്നും ഇയാൾ എല്ലാ ദിവസവും എടുത്തിട്ട് ഇടിക്കാതെ അല്ല. സെൻസിറ്റീവാണ് പാപത്തോട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നറിയാം? പാപം വെച്ചുകൊണ്ട് ജീവിക്കാൻ ഈ അഗ്നി സമ്മതിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അതുകൊണ്ട് പാപം പോകണമോ ഈ അഗ്നി വരണം. പാപം പോകാതെ ഈ അഗ്നി വരാതെ പാപം വിട്ടുപോകത്തില്ല. അത് അത്രയും പാപത്തോട് സെൻസിറ്റീവാണ്. അതായത് ഈ ആത്മാവിന് അശുദ്ധി, ഈ പരിശുദ്ധാത്മാവിന് അശുദ്ധി ഇഷ്ടമല്ല. അതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവാണ്. ഒരു വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. 7 മുതൽ വായിച്ചോ. യോഹന്നാൻ 16, 7, 8 ഉറക്കെ വായിക്കാം. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അടുത്ത വാക്യം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ
ബോധ്യപ്പെടുത്തും. മനസ്സിലായോ? ഈ അഗ്നി വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അതായത് കുറ്റം ചൂണ്ടിക്കാണിക്കാൻ മനുഷ്യന് പറ്റും. പാപം ചൂണ്ടിക്കാണിക്കുന്നത്, കൺവിക്റ്റ് ചെയ്യുന്നത്, ന്യായം വിധിക്കുന്നത്, ആത്മാവിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഞാൻ ഈ സംഭാഷണം ഉച്ചയ്ക്ക് ഞങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്ന ഈ സംഭാഷണത്തിൻ്റെ പശ്ചാത്തലം ഞാൻ ചിന്തിക്കുകയാണ്. ഒരുപാട് ഇടങ്ങളിൽ മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ചയുണ്ട്, വെറുപ്പുണ്ട്, പിണക്കമുണ്ട്, വൈരാഗ്യമുണ്ട്, വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയുണ്ട്. എന്നിട്ടും കുർബാന സ്വീകരിക്കും. ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലത്. ഞാൻ പറയാം, ഞാൻ പുണ്യാളനായിട്ടൊന്നുമല്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലത്. പറഞ്ഞേ ഹല്ലേലൂയ. പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരാളോട് പിണങ്ങി വെറുപ്പിലിരുന്നിട്ട് കുർബാന സ്വീകരിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സെൻസിറ്റീവാണ്. അതെങ്ങനെ പറ്റുന്നേ? മനസ്സ് ഭാരപ്പെടില്ലേ? ദൈവം ഉള്ളിൽ വിധിക്കില്ലേ? കർത്താവ് പറയില്ലേ ഇത് തെറ്റാണെന്ന് പറയില്ലേ? ഒരു പാപം മാത്രമല്ല. ഞാൻ ആ വിഷയം ഒന്ന് ഉച്ചയ്ക്ക് സംസാരിച്ചത് കൊണ്ട് അത് ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്നറിയാം, വെറുപ്പ്, പിണക്കം, പടലപ്പിണക്കം, പ്രതികാര ചിന്ത, വെറുപ്പ്, പിണക്കം, വൈരാഗ്യം, വെറുപ്പ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. നല്ല പ്രാർത്ഥനയാണ്, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ഭക്തി, ഭയങ്കര കുർബാന, ഒരു കുഴപ്പമില്ല. എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എങ്ങനെ പറ്റും? ഇത് അശുദ്ധിയെ സമ്മതിക്കാത്ത അഗ്നിയാണ്. പറയുകയാണ്, ഇതാ ജനം മുഴുവൻ കാണുക, ഞാൻ സീനായ് മലയിൽ ഇറങ്ങി വരും. ജനത്തോട് പറയണം, നിങ്ങൾ തയ്യാറായിരിക്കണം. ഇന്നും നാളെയും മറ്റന്നാളും നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. 3-ാം ദിനം ജനം കാണുക, ഞാൻ ഇറങ്ങി വരും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അത് എത്രാമത്തെയാണ്? 8-ാമത്തെ ആണോ? അശുദ്ധി സമ്മതിക്കാത്ത അഗ്നിയാണ്. ഈ അഗ്നിയുടെ പ്രത്യേകത, ഈ അശുദ്ധി അനുവദിച്ചു തരാത്ത അഗ്നി, പാപം സമ്മതിക്കാത്ത അഗ്നി. വായിക്കാം ലൂക്ക 1:34-35. ലൂക്ക 1:34-35. മറിയം ചോദിച്ചു. ലൂക്ക 1:34-35 വായിക്കേ. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഒന്നുകൂടെ വായിച്ചേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹോളി സ്പിരിറ്റ് വരുമ്പോ ആ സ്പിരിറ്റ് നിന്നെ പൂരിപ്പിക്കും, ഹോളിയാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് വരുമ്പോ ആ പരിശുദ്ധാത്മാവ് നമ്മളെ പൂരിപ്പിക്കും, പരിശുദ്ധരാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ഹോളി, പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ സീനായി മലയിൽ ഈ തീ ഇറങ്ങി വന്നതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖന കർത്താവ് എഴുതുകയാണ്. നമ്മൾ ഈ വായിച്ച പുറപ്പാട് 19 തീ ഇറങ്ങി, മല വിറച്ചു, പുക നിറഞ്ഞു, തീ ഇറങ്ങി, ജനം ഭയന്ന് വിറച്ചു. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഹെബ്രായ ലേഖന കർത്താവ് 12-ാം അധ്യായത്തിന്റെ 18 മുതൽ മനോഹരമായ ചില കാര്യങ്ങൾ പറയുന്നു. ഉച്ചത്തിൽ നിർത്തി വായിക്കുക. സ്പർശിക്കാവുന്ന വസ്തുവിനെയോ, എരിയുന്ന അഗ്നിയെയോ, അന്ധകാരത്തെയോ, കാർമേഘത്തെയോ, ചുഴലിക്കാറ്റിനെയോ, കാഹളധ്വനിയെയോ, ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. മലയെ സമീപിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണമെന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയാനകമായിരുന്നു ആ കാഴ്ച. സിയോൻ മലയിലേക്കും, അതായത് കേട്ടെ, ഒരു ദൈവവിശ്വാസി കേൾക്കണേ, ഒരു ദൈവവിശ്വാസി സഭയിലേക്ക് വരുമ്പോൾ അയാൾ വരുന്നത് ആരുടെ അടുത്തേക്കാണ്? അതാണ് ഈ പറയുന്നത്. ആരുടെ അടുത്തേക്കാണ് ഈ വരുന്നത്? ആരെ ആരാധിക്കാനാണ് ഈ വരുന്നത്? സിയോൻ മലയിലേക്കും, വായിക്കാം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും
അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുമ്പിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സവിധത്തിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇനി വായിക്കുക വാക്യം 28. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയ ഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കാം. ആരാധന, ഭയ, ഭക്തി, ആദരം. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Our God is a consuming fire. Our God is a consuming fire. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പാപത്തോട് സെൻസിറ്റീവ് ആയിരിക്കണം. പാപം വെച്ചുകൊണ്ട് ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ജീവിതം ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പാപം ഈ ആത്മാവ് വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാപബോധം ഒരുപാട് ആളുകൾക്കില്ല. ആളുകൾക്ക് എന്തേ ഉള്ളൂ? പറ, കുറ്റബോധമേ ഉള്ളൂ. അതും ചില കാര്യങ്ങളിലേ ഉള്ളൂ കുറ്റബോധം. ചില കാര്യങ്ങളിൽ കുറ്റബോധം. എപ്പോഴേക്കാണ് നമുക്ക് കുറ്റബോധം വരുന്നത്? 50,000 രൂപ അടിച്ചു മാറ്റി, ആരും കണ്ടില്ലെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ല. വലിയൊരു കണ്ടു, നാട്ടുകാർ അറിഞ്ഞു, ഭയങ്കര കുറ്റബോധം. സെൻസിറ്റിവിറ്റി, കുറ്റബോധം ചില കാര്യത്തിലേ ഉള്ളൂ. ആളുകൾ അറിഞ്ഞു, അപ്പോ ഭയങ്കര പശ്ചാത്തലം, ഭയങ്കര കുറ്റബോധം. ആരും അറിഞ്ഞില്ലെങ്കിലോ, വർഷങ്ങളായിട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതിലോ ഒരു കുറ്റബോധവും ഇല്ല. അതിനൊരു കുറ്റബോധമല്ല, അതിനൊരു പാപബോധം വരണമെങ്കിൽ he will convict you of sin, of righteousness, of judgment. He will convict you. അവൻ നിന്നെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. എന്തെന്നറിയാമോ? നമുക്ക് മതത്തിന്റെ ഭാഗമായിട്ട് വർഷങ്ങള് പാപത്തിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കാം. മതത്തിന്റെ ഭാഗമായിട്ട്. എന്നാൽ നിങ്ങൾ ആത്മീയരാകണമെങ്കിൽ, ആത്മാവിൽ നിറയണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞാൽ പിന്നെന്താണ്? ചെറിയ പാപത്തോട് പോലും സെൻസിറ്റീവാണ്. ഒരാളോട് ദേഷ്യപ്പെട്ടു, പിന്നെ അത് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ അത് വിഷമാണ്. പരിശുദ്ധാത്മാവെ ദേഷ്യപ്പെട്ടു, കോപിച്ചു, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോൾസൺ ബ്രദർ നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ്. ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഐ ലവ് യു. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, പറയാമഞ്ചിക്ക് നാണോ വരുന്നോ? ഹല്ലേലൂയ. അതായത് ഒരു പ്രശ്നമില്ല, യാതൊരു പ്രശ്നമില്ല, ദൈവത്തിൻ്റെ മഹത്വം. പക്ഷെ ചില സമയത്ത് പാട്ടൊക്കെ പാടി ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കാത്ത, എനിക്കിഷ്ടമില്ല, അതിൽ ഞാൻ ആ സമയത്ത് പാടണമെന്ന് വിചാരിക്കാത്തൊരു പാട്ടാണ് പാടിയതെങ്കിൽ, എപ്പോഴും ഇല്ല, ചില സമയത്ത് എനിക്കൊരു അരിശം വരും. ചില സമയത്ത് കേട്ടോണേ, ചില സമയത്ത് ഒരരിശം വരും. കാണിക്കത്തൊന്നുമില്ല, അരിശം വരും, ഒരു ഇഷ്ടക്കേട് വരും. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയാം, നല്ല ആത്മാവിൻ്റെ നിറവിലായിരിക്കും. പക്ഷേ ആ ഇഷ്ടക്കേട് വന്നാൽ ആ സെക്കൻഡിൽ ഈ അഗ്നി കട്ടാവും, ഈ അഭിഷേകം കട്ടാവും. പിന്നൊരു വാക്ക് വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? പിന്നൊരു വാക്ക് വരുത്തില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ദൈവം എന്തോരം പരിശുദ്ധാത്മാവിലാണ് നിന്നത്, പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആയി പോയല്ലോ, പെട്ടെന്ന് കട്ടായി പോയല്ലോ അഭിഷേകം. ഒരു ചെറിയ അരിശം, ചെറിയ ദേഷ്യം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇവിടെ കൊലപാതകം ചെയ്തിട്ടിരിക്കുകയാണ്, യാതൊരു മനസാക്ഷി കുത്തും ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതാണ് ഹി വിൽ കൺവിക്ട് യു. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അപ്പൊ ഈ അഗ്നി എത്രാമത്തെ കാര്യമാണ്? 8ാമത്തെ കാര്യം. ഈ അഗ്നി പറ വിശുദ്ധി ആവശ്യപ്പെടുന്ന അഗ്നിയാണ്, അശുദ്ധിയെ ഇഷ്ടപ്പെടാത്ത അഗ്നിയാണ്. ഇനി ഈ അഗ്നി ഇറങ്ങി വന്ന് പുറപ്പാട് 19 തിരിച്ചു വരിക. ഈ അഗ്നി ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ 24, പുറപ്പാട് 19:24. അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ ഇറങ്ങിച്ചെന്ന് അഹറോനെയും കൂട്ടി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനങ്ങളും അതിർത്തി ലംഘിച്ച് കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ. സമീപിച്ചാൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും. മോശ ഇറങ്ങിച്ചെന്ന് ജനത്തോട് സംസാരിച്ചു.
20-ാം വാക്യം, 1-ാമത്തെ വാക്യം. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. 20-ാം അധ്യായത്തിന്റെ തലക്കെട്ട് എന്താണ് നിങ്ങളുടെ ബൈബിളിൽ? 10 പ്രമാണങ്ങൾ. ശ്രദ്ധിക്കുക. ഇനി നോക്കി, ഇങ്ങോട്ട് നോക്കി. 10-ആണോ 9-ആണോ? ഇനി 9-ാമത്തെ കാര്യം. 9-ാമത്തെ കാര്യം കേട്ടോ. ഈ അഗ്നി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ അഗ്നി ജനത്തിന് പ്രമാണം നൽകി. അപ്പോൾ ശ്രദ്ധിക്കണം, അല്പം കൂടി മുന്നോട്ട് പോയിട്ട് എഴുതിയാൽ മതി. ഈ ജനത്തിന് ഈ അഗ്നി പ്രമാണം തന്നു. അഗ്നി ഇറങ്ങി വന്നപ്പോൾ കൽപ്പന കൊടുത്തു, പ്രമാണം കൊടുത്തു. ഈ പ്രമാണം ശ്രദ്ധിക്കുക, ഈ പ്രമാണം എഴുതപ്പെട്ടത് കൽഫലകങ്ങളിലായിരുന്നു. അത് ദൈവത്തിൻ്റെ വിരലുകൾ എഴുതിയെന്നാണ് ബൈബിൾ പറയുന്നത്. അത് തീ കൊണ്ട് എഴുതിയെന്നാണ് ബൈബിളിൽ വാക്യങ്ങളുണ്ട്. തീ കൊണ്ട് എഴുതിയെന്ന്. പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പം ഈ തീ ഇറങ്ങി വന്നിട്ട് പ്രമാണം എഴുതി. തീയുടെ വിരൽ, അഗ്നിയുടെ അങ്കുലം ഈ പ്രമാണം എഴുതി. എവിടെ എഴുതിയ? കൽഫലകങ്ങളിൽ എഴുതി. ടാബ്ലറ്റ് ഓഫ് സ്റ്റോൺ, കൽഫലകങ്ങളിൽ പ്രമാണം എഴുതി. ഇങ്ങനെ ഈ പ്രമാണം നൽകപ്പെട്ട്, ശ്രദ്ധിച്ചു കേട്ടോണം, പ്രമാണം നൽകപ്പെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ജനം പ്രമാണം അനുസരിക്കാൻ പറ്റാതെ വിഷമിച്ച് നിന്നപ്പോൾ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. യേശു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? ഈ സീനായി മലയിൽ ഇറങ്ങി വന്ന ആ അഗ്നിയായ പരിശുദ്ധാത്മാവിനെ സിഗ്യോൻ മാളികയിൽ കാത്തിരുന്ന അപ്പസ്തോലന്മാരുടെ മേൽ അയച്ചു. ഞാൻ പറഞ്ഞു വരുന്ന അതേ വഴിക്ക് ശ്രദ്ധിച്ച് എൻ്റെ കൂടെ വരണം. പുറപ്പാട് 19 തീയായിട്ട് പരിശുദ്ധാത്മാവ് സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ 20-ാം അധ്യായത്തിൽ ആ തീയുടെ വിരലുകൾ കൽഫലകങ്ങളിൽ പ്രമാണം എഴുതി കൊടുത്തു. അപ്പം അത് പ്രമാണം തരുന്നൊരാത്മാവാണ്. അതൊരു നിയമം തരുന്നൊരാത്മാവാണ്. തോന്നിയതുപോലെ ജീവിക്കാൻ അനുവദിക്കാത്തൊരാത്മാവാണ്. തന്നിഷ്ടം പോലെ നടക്കാൻ അനുവദിക്കാത്ത ആത്മാവാണ്. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ നിർബന്ധിക്കുന്ന ആത്മാവാണ്. പ്രമാണം കൊടുത്തു. പക്ഷെ ആ പ്രമാണം എവിടെ എഴുതി കൊടുത്തേ? കൽഫലകങ്ങളിൽ. അത് മനുഷ്യൻ്റെ ഹൃദയത്തിന് വെളിയിലാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൽഫലകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിയമം അനുസരിക്കാൻ മനുഷ്യനൊരു കൃപയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു, കുരിശിൽ മരിച്ചു. അവന് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യാനായി ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. അവിടുന്ന് സിഗ്യോൻ മാളികയിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്ന അപ്പസ്തോലന്മാരുടെ മേൽ പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എങ്ങനെ ഇറങ്ങി വന്നത്? അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ. എങ്ങനെ ഇറങ്ങി വന്നത്? അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സീനായി മലയുടെ അടിവാരത്തിൽ ഇറങ്ങി വന്ന് സ്വന്തം കരാങ്കുലമാകുന്ന അഗ്നി കൊണ്ട് കൽഫലകങ്ങളിൽ പ്രമാണങ്ങൾ എഴുതി കൊടുത്ത പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ സിഗ്യോൻ മാളികയിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ദൈവജനത്തിൻ്റെ മേൽ 120 ശിഷ്യന്മാരുടെ മേൽ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകളായി ഇറങ്ങി വന്ന് ആ ജ്വാല അവരുടെ അകത്തേക്ക് കയറി, ഹൃദയത്തിലേക്ക് കയറി. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതി കൊടുത്തു. ഇപ്പോൾ പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവ് പ്രമാണം തന്നിരിക്കുന്നത് കൽഫലകങ്ങളിലല്ല, മനുഷ്യന്റെ ഹൃദയത്തിലാണ്. പരിശുദ്ധാത്മാവ് ഒരാളുടെ അകത്ത് വരുമ്പോൾ അവൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആ ആത്മാവ് അവന്റെ അകത്ത് തീ കൊണ്ടെഴുതി കൊടുക്കും. അതാ ഞാൻ പറഞ്ഞ സെൻസിറ്റീവ് ആവുമെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അകത്ത് ഇങ്ങനെ വാഗ്ദാനം, പ്രോമിസ് കിടപ്പുണ്ട് പഴയ നിയമത്തിൽ. അതെടുക്കാം. എസെക്കിയേൽ 36. നിങ്ങൾ കൂടെ വരണം. നമുക്ക് 3 ദിവസമേ ഉള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ എസെക്കിയേൽ 36 ഇങ്ങനെ ചെയ്യുമെന്ന് വാഗ്ദാനം കിടപ്പുണ്ട് പഴയ നിയമത്തിൽ. എസെക്കിയേൽ 36 ഞാൻ പറയുന്ന വാക്യങ്ങൾ വായിക്കുക. വാക്യം 25 മുതൽ, വാക്യം 25 മുതൽ, എസെക്കിയേൽ 36 25 മുതൽ വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. അകത്ത്
പ്രമാണം നൽകപ്പെട്ടു. എവിടെ? ഒരു മനുഷ്യന്റെ അകത്ത്. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നറിയോ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ജീവിതം നയിക്കണോ? അതിനാരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിന്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവം, അതായത് നമ്മള് പരിശുദ്ധാത്മാവ് പറയും, ചിലയിടത്ത് പറയും പോകാൻ പറയും, ചിലയിടത്ത് പറയും പോകരുതെന്ന് പറയും, ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും, ചിലത് ചെയ്യരുതെന്ന് പറയും, ചില കാര്യങ്ങളിൽ ഇടപെടാൻ പറയും, ചിലത് ഇടപെടരുതെന്ന് പറയും. ഇതൊക്കെ എല്ലാ കാര്യങ്ങളും അകത്തിരുന്ന് പറഞ്ഞു തരും, പ്രമാണം തരും, നമ്മൾ ജീവിക്കേണ്ടതിനൊരു നിയമം തരും. ഹൃദയത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതത്തിന് വേണ്ട എല്ലാ നിധി നിക്ഷേപങ്ങളും പരിശുദ്ധാത്മാവ് തരും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ അഗ്നി? എത്ര? 9 അല്ലേ? 9ാമത്തെ കാര്യം ഇങ്ങനെ എഴുതുക: ഈ അഗ്നി ഹൃദയത്തിനകത്ത് ഒരു നിയമമായി മാറുന്ന അഗ്നിയാണ്. ഈ അഗ്നി ഹൃദയത്തിനകത്ത് ഒരു നിയമമായി മാറുന്ന, ഹൃദയത്തിനകത്ത് ഒരു പ്രമാണം ആയി മാറുന്ന അഗ്നിയാണ്. അതായത് നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. നീ എങ്ങനെ ജീവിക്കണം ഞാൻ പറഞ്ഞു തരും. നീ എന്ത് ചെയ്യണം, നീ എന്ത് ചെയ്യരുത് എല്ലാം പറഞ്ഞു തരും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അഗ്നിയാണത്. അഗ്നി ജീവിതത്തെ മാറ്റിമറിക്കുന്ന അഗ്നി. ഒന്ന് എഴുന്നേറ്റുന്നേ. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അഗ്നി. ഇപ്പൊ എത്ര കാര്യം പറഞ്ഞു? ഇന്ന് ഒത്തിരി പറഞ്ഞില്ല അല്ലേ? 7, 8, 9 3 കാര്യം പറഞ്ഞു. എഴുന്നേറ്റുന്നോ. അതായത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ മാറ്റും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇനി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു മാറ്റമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു 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 തട്ടിക്കൂട്ട് മാനസാന്തരം അല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു തട്ടിക്കൂട്ട് മാനസാന്തരം അല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? അതായത് നല്ല മാറ്റം, നല്ല മാനസാന്തരം. ഇപ്പോൾ UK എന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നു. UK എന്നാണ് അല്ലേ? UK എന്നാ മറ്റേ ഒരു കുരിശൊക്കെ ഇട്ട് വന്ന് അമേരിക്കൻ US അമേരിക്കയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നു. അപ്പോൾ വന്നിട്ട് ഞാൻ ചോദിച്ചു, നീ കല്യാണം കഴിച്ചില്ലേ? കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കല്യാണം കഴിക്കാത്തേ? അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് വേറൊന്നും വേണ്ട, ജോലി വേണ്ട, പിന്നെ ഭയങ്കര അങ്ങനെയുള്ള വേറെ എക്സ്റ്റേണലായ ഒരു കാര്യമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് ഒരു വിശുദ്ധയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. കാരണം ഞാൻ അങ്ങനെ വളരെ ശ്രദ്ധയോടെ കഴിഞ്ഞ 29 കൊല്ലം ജീവിച്ച ഒരാളാണ്. ഞാൻ ഈ തോന്നിയാസത്തിനൊന്നും പോകുന്ന ഒരാളല്ല. അപ്പോൾ അത് വെറുതെ പറയുന്നതല്ല, മാതാപിതാക്കളെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പ്രശ്നം എന്താ? അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു പ്രയർ ഗ്രൂപ്പൊക്കെ ഇല്ലേ, ഒരു മിനിസ്ട്രിയിലൊക്കെ ഉള്ള ആളല്ലേ, അവിടെ ഒന്നും ഇല്ലേ നല്ല പിള്ളേർ? അപ്പോൾ അവൻ പറഞ്ഞു, എല്ലാവരും പള്ളിക്കകത്ത് എല്ലാവരും നല്ലവരാന്ന് പറഞ്ഞു. പള്ളിക്കകത്ത് എല്ലാവരും നല്ലവരാണ്. അത് കഴിഞ്ഞ് ഇറങ്ങിയാൽ പിന്നെ കോൺട്രാസെപ്ഷൻ കുഴപ്പമില്ല, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ കുഴപ്പമില്ല, കോ ഹാബിറ്റേഷൻ കുഴപ്പമില്ല, ലിവിങ് ടുഗദർ കുഴപ്പമില്ല, പള്ളിക്കകത്ത് എല്ലാവരും നോർമലാന്ന് പറയും, നല്ല അഭിഷേകമാന്ന് പറയും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അതായത് ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ഒരു ജീവിതം അല്ല പരിശുദ്ധാത്മാവിൻ്റെ ജീവിതം. അതൊരു വ്യത്യാസം ആത്മാവ് വരുത്തും, ഒരു മാറ്റം ആത്മാവ് വരുത്തും. പാപത്തോട് സെൻസിറ്റീവ് ആക്കും, പാപം ഒരു വെറുപ്പാക്കി മാറ്റും. പാപം ചെയ്താൽ അത് ഭയങ്കര സങ്കടമാവും, അത് ഏറ്റുപറയാൻ ദാഹം തരും. അങ്ങനെ ഒരു നല്ല ജീവിതം, നല്ല അഭിഷേകം, നല്ല കൃപ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെ പരിശുദ്ധാത്മാവ് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തും. ജോൺ പോൾ. അതായത് അങ്ങനെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തിയ ഒരാളാണ് ജോൺ പോൾ. ജോൺ പോളിൻ്റെ ശരിക്കുള്ള പേര് ഓം പ്രകാശ്. എന്താണ്? ഓം പ്രകാശ്. ഓം പ്രകാശിനെ ദൈവം പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ചത് ഇങ്ങനെയാണ്. അതായത് സെൻസിറ്റീവാണ്. അതായത് എന്ത് ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാതിരുന്നൊരു മനുഷ്യനെ ഇന്നൊരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റി. ഞാൻ പറഞ്ഞു, എടാ വടക്കേ ഇന്ത്യയിൽ പോകുമ്പം, ഞാൻ പറഞ്ഞു, ജോൺ പോളെ, വടക്കേ ഇന്ത്യയിൽ പോകുമ്പം നമ്മളെ എല്ലാവരും കൂടെ എടുത്തിട്ട് ഇടിച്ചാൽ, കൊല്ലാൻ വന്നാൽ നീ തിരിച്ചിടിക്കുമോ? ഞാൻ പറയും, നീ ആരോഗ്യമൊക്കെ, നീ എൻ്റെ കൂടെ വരുമ്പോൾ എനിക്കൊരു ധൈര്യമാണ്. ഞാൻ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഇവനെ കൊണ്ടുവന്നു കേട്ടോ, എനിക്കൊരു ധൈര്യമാണ് ഇവൻ. എവിടെ ചെന്നാലും ഒരു ധൈര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നമ്മൾ വടക്കേ ഇന്ത്യ ഛത്തീസ്ഗഡിലൊക്കെ പോകുമ്പോൾ, ഒറീസയിൽ സിസ്റ്റർ ഉണ്ടായിരുന്ന പഞ്ചാബിലൊക്കെ പോകുമ്പോൾ നമ്മളെ ആളുകൾ എടുത്തിട്ട് ഇടിച്ചാൽ, വടിയും കൊണ്ടൊക്കെ വന്ന് വിറകുള്ളി കൊണ്ടുവന്ന് അടിച്ചാൽ നീ തിരിച്ചിടിക്കുമോ? അവൻ പറഞ്ഞു, ഇല്ല. ഇടിക്കില്ലേ? ഇല്ല. അതെന്താ? എനിക്കങ്ങനെ ഇടിക്കാൻ പറ്റില്ല, എനിക്കിനി അങ്ങനെ ഇടിക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയാ.
ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് അതിനെ തുറന്ന് ഹല്ലേലൂയ.